ഒരു കൊച്ചുമിടുക്കനെ പരിചയപ്പെടാം ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലിനി. കണക്കിൽ വിസ്മയമൊരുക്കുകയാണ് തിരുവനന്തപുരം സ്വദേശിയായ 5ാം ക്ലാസ്സുകാരൻ ആദി ജയൻ. കണക്ക് മാത്രമല്ല, കണക്കിനൊപ്പം ഇംഗ്ലീഷിലും പ്രാവീണ്യമുണ്ട് ആദിക്ക്. ആദിത്യൻ യൂട്യൂബ് ചാനലിലൂടെ ക്ലാസും നടത്താറുണ്ട്. ആദിയുടെ കണക്ക് വിശേഷങ്ങളിലേക്കാണ് ഇനി അനന്തു പ്രേക്ഷകരുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. കണക്ക് പൊതുവെ പ്രയാസമേറിയ വിഷയമാണെന്ന് കുട്ടികൾ പറയുമ്പോഴാണ് തിരുവനന്തപുരം സ്വദേശി 5ാം ക്ലാസ്സുകാരൻ ആദി അജയൻ 5ാം ക്ലാസ്സിലെ കണക്ക് പുസ്തകം എല്ലാം പഠിച്ച ശേഷം ഇപ്പോൾ 9ാം ക്ലാസ്സിലെ പുസ്തകത്തിലെ കണക്കുകൾ ചെയ്യുന്നത്. ഇതും കഴിഞ്ഞ് 10ഉം 11ഉം 12ഉം പുസ്തകങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ് ആദിയുടെ ലക്ഷ്യം. തിരുവനന്തപുരം കൊഞ്ചിറവിള ഗവൺമെന്റ് LP സ്കൂളിലെ ആദി അജയൻ കണക്കിൽ വിസ്മയമാകുന്നത് വിഷയത്തിനോടുള്ള താല്പര്യം കൊണ്ടാണ്. 5ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ നിന്ന് ഇപ്പോൾ ആ താല്പര്യം 9ാം ക്ലാസ് വരെ എത്തി. അതിനുശേഷം 10ലെയും +2വിലെയും കണക്കുകളിലേക്ക് എത്തണമെന്നാണ് ആദിയുടെ ആഗ്രഹം. ലോക്ക്ഡൌൺ കാലമാണ് ആദിയെ കൂടുതൽ കണക്കിലേക്ക് അടുപ്പിച്ചത്. ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടുപിടിക്കുമ്പോഴും സന്തോഷം തോന്നാറുണ്ടെന്ന് ആദി പറയുന്നു. ലോക്ക്ഡൗണൊക്കെ ആയിരുന്നപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് 5th ഞാൻ പറഞ്ഞ പോലെ 5th കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാൻ അടുത്ത 6th 7th ഒക്കെ എടുക്കാൻ എനിക്ക് ഇഷ്ടം തോന്നി. അടുത്തുള്ള നെയ്ബേഴ്സിൻ്റെ 6th 7th 8th ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു, വാങ്ങി ചെയ്തു. ഇപ്പോൾ എൻ്റെ 9th ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ചെയ്യും. 9th തീർന്നാൽ ഞാൻ 10th +1ഉം +2 ഒക്കെ എടുക്കും. മുൻപേ പറഞ്ഞ ആ താല്പര്യം പാഠപുസ്തകത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന അമ്മ ശരണ്യയ്ക്ക് അധ്യാപകനാകാറുണ്ട് ഈ മകൻ. PSCക്ക് കുറച്ച് സമയമായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സബ്ജക്റ്റ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് മാത്സ് എനിക്ക് കുറച്ച് പാടാണ്. അപ്പോൾ മാത്സിൽ ഞാൻ ബുദ്ധിമുട്ടുന്ന കണ്ടിട്ട് എന്നിട്ട് ഹെൽപ്പ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അന്ന് തമാശയായിട്ടാണ് എടുത്തത്. അപ്പോൾ എൻ്റെ 2-3 PSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എടുത്തുകൊണ്ട് പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അവൻ സോൾവ് ചെയ്ത് ആൻസർ കൊണ്ടുവന്നു. അപ്പോൾ ആൻസർ കീ ചെക്ക് ചെയ്തപ്പോഴേക്കും ആൻസേഴ്സൊക്കെ ശരിയാണ്. അങ്ങനെ പിന്നെ ഇതൊരു റെഗുലർ റൊട്ടീനായി മാറി. അപ്പോഴേക്കാണ് അയൽവാസികളായ കുട്ടികളുടെ നിന്നൊക്കെ കുറച്ച് അവരുടെ ടെക്സ്റ്റൊക്കെ കളക്ട് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. ആദീസ് ക്ലാസ് റൂം എന്ന പേരിൽ തുടങ്ങിയ യൂട്യൂബ് ചാനലിൽ ഇംഗ്ലീഷ് മാത്സ് ടീച്ചറുമാണ് ഈ മിടുക്കൻ. മകന്റെ കഴിവിനെ ഇനി മുതൽ കാര്യമായി പ്രോത്സാഹിപ്പിക്കുമെന്ന ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനായ അച്ഛൻ അജയകുമാർ പറയുന്നു. 9th സ്റ്റാൻഡേർഡ് സ്റ്റാർട്ട് ചെയ്തു. 8th വരെ കംപ്ലീറ്റ് ചെയ്തു. ഡിഫറെൻറ്റ് ക്ലാസ്സസിലെ ടെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. 9th ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവന് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ചുകൂടി ഒരു ഹയർ എന്ന് വെച്ചാൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ പങ്കെടുപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവന് താല്പര്യം പ്രകടിപ്പിക്കുന്നുമുണ്ട്. പിന്നെ അത് കൂടാതെ ഞങ്ങളൊരു ഹയർ ഗ്രേഡ് പ്രൊമോഷൻ ആഗ്രഹിക്കുന്നുണ്ട് മോന് വേണ്ടി. അപ്പോൾ ഞങ്ങളത് അതിൻ്റെ DPIലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ട് കൊടുത്തു. അപ്പോൾ അത് നമ്മളതിന് ശ്രമിക്കുന്നുണ്ട്. താല്പര്യമാണ് ഏത് പാഠ്യവിഷയവും പ്രയാസത്തിൽ നിന്ന് അനായാസമാക്കുന്നതെന്ന് ഈ 5ാം ക്ലാസ്സുകാരൻ കാണിച്ചു തരുന്നുണ്ട്. കണക്കിനെ ഭയക്കുന്ന കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമാവട്ടെ. തിരുവനന്തപുരത്ത് നിന്ന് രാജേഷ് വടകരയ്ക്കൊപ്പം അനന്തു രാമചന്ദ്രൻ, മീഡിയ 1.